ഹാലലുയ. വേഗമരുന്നവനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിൽ എൻ്റെ ഹാർദവുമായ സ്നേഹവന്ദനത്തെയും നന്ദിയും അറിയിക്കുന്നു. ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടയ്ക്കൽ യൂട്യൂബ് ചാനലുള്ള എല്ലാ പ്രേക്ഷകരെയും കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. എന്നെ കേൾക്കുന്ന പ്രിയ സഹോദരന്മാരെ, എൻ്റെ ഫാമിലിയെ പറ്റി നേരത്തെ പറയുവാൻ പറ്റിയില്ല. എനിക്ക് 2 മക്കളാണ്. പിന്നെ ഭാര്യ ബിന്ദു ബോസ്, മോൻ വിനോയ് ബോസ്, മകൾ വിൻസി ബോസ്, മോൻ ഡിഗ്രി BSc കെമിസ്ട്രി ലാസ്റ്റ് വർഷം, മകള് ഇലക്ട്രോണിക് എൻജിനീയറിങ് 3ാം വർഷം. കുടുംബത്തെയും ഓർത്ത് പ്രാർത്ഥിക്കുക. ഇന്ന് ഒരു ചെറിയ ചിന്ത എടുക്കുവാൻ താല്പര്യപ്പെടുന്നു. എൻ്റെ പ്രിയ സഹോദരന്മാരെ, പ്രിയ കർത്താവിൻ്റെ ദാസന്മാരെ, ഇത് റൂമിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് പ്രസംഗിക്കുന്നതിന് പള്ളികളിൽ പ്രസംഗിക്കുന്നത് പോലെ ഇതിൽ പ്രസംഗിക്കുവാൻ പറ്റത്തില്ല. വളരെ പരിമിതികളുണ്ട്. കാരണം എൻ്റെ മുന്നിൽ ചില സഹോദരന്മാരുണ്ട് റൂമിലുള്ള. അതുകൊണ്ട് അതിൻ്റേതായ പ്രയാസങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ സാദരം ക്ഷമിക്കണം. നമ്മൾ ചെറിയ വചനമെടുത്താലും 3-4 മണിക്കൂർ പ്രസംഗിക്കുവാനുള്ള വചനമുണ്ട്. എന്നാൽ ഷോർട്ട് മെസ്സേജ് എടുക്കുന്നത് അത് അനേകർക്കൊരു അനുഗ്രഹമായി മാറട്ടെ. ദി ഹോളി സ്പിരിറ്റ് ചിറ്റയമുണ്ടയ്ക്കുള്ള യൂട്യൂബ് ചാനലിൽ നിങ്ങൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുക. ഓർത്ത് ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ. യെശയ്യാപ്രവചനത്തിൻ്റെ പുസ്തകം അതിൻ്റെ 40-8 വാക്യം, അതേ ജനം പുല്ലു തന്നെ, പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, പുല്ല് ഉണങ്ങുന്നത് പോലെ നമ്മൾ ഉണങ്ങാതിരിക്കുവാൻ എന്ത് നമ്മുടെ ജീവിതത്തിൽ ചെയ്യണമെന്ന് ഒരു ചെറിയ ചിന്തന മാത്രം ഇതിൽ ഉൾക്കൊള്ളിക്കുവാൻ സമയമുള്ളൂ. ഈ യൂട്യൂബ് ചാനലിൽ തുടക്കമായതുകൊണ്ട് വലിയ പ്രോഗ്രാം ഒന്നും ചെയ്യുവാൻ പറ്റത്തില്ല. എൻ്റെ പ്രിയ സഹോദരന്മാരെ, നമ്മൾ പുല്ലുപോലെ ഉണങ്ങിപ്പോകാതിരിക്കുവാൻ, അഗ്നി നരകത്തിൽ കത്തിപ്പോകാതിരിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചെറിയ സമയത്തിനുള്ളിൽ ഒരു ചെറിയ ചിന്ത മാത്രം എടുക്കുന്നു. അതേ ജനം പുല്ലു തന്നെ, പുല്ലുണങ്ങുന്നു, പൂവാടുന്നു, നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും നിലനിൽക്കും. എവിടാണ് നിലനിൽക്കുന്നത്? എവിടാണ് നഷ്ടപ്പെടുന്നത്? നിലനിൽക്കുന്നത് എന്നും നിലനിൽക്കുന്നത് ദൈവത്തിൻ്റെ വചനമാണ്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, നീ ഉണങ്ങിപ്പോകാതിരിക്കുവാൻ, നീ പുല്ലുപോലെ കരിഞ്ഞു പോകാതിരിക്കുവാൻ നീ എന്ത് ചെയ്യണം? നിൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവരെ കാണുമ്പോൾ മുഖവശം കാണിക്കാതെ സൂക്ഷിക്കുക. നീ ഉണങ്ങിപ്പോകുവാൻ അതൊരു കാരണമാണ്. പലരുടെയും ജീവിതത്തിൽ ആരാധനയുണ്ട്, എല്ലാമുണ്ട്, എന്നാൽ മുഖവശം കാണിക്കുന്ന ഒരു വലിയ ജനക്കൂട്ടത്തെ നമുക്ക് കാണുവാൻ സാധിക്കും. ലോകത്തിൽ പല രാജ്യങ്ങളിലും കടന്നു പോയതുകൊണ്ട് എനിക്കറിയുവാൻ പറ്റും. മുഖവശം കാണിക്കുന്ന അനേക വിശ്വാസികളുണ്ട്, അനേക ദാസന്മാരുണ്ട്. എൻ്റെ പ്രിയ ശ്രോതാവേ, എൻ്റെ ദാസന്മാരെ, കർത്തദാസന്മാരെ, മുഖവശം കാണിച്ച് പുല്ലുണങ്ങുന്നത് പോലെ നമ്മൾ ഉണങ്ങിക്കളയുവാനല്ല, ജീവൻ നൽകുന്ന വചനത്തിൽ നമ്മൾ വിശ്വസിച്ച് ആ വചനത്തെ നമുക്ക് പരിപാലിക്കുവാൻ സാധിച്ചാൽ നിശ്ചയമായി ഈ വചനം നിങ്ങളെ പുതുജീവനെ പകരുവാൻ സാധിക്കും. യാക്കോബിൻ്റെ ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 1 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ ഒരു ചെറിയ ചിന്ത മാത്രം വിവരിക്കുവാൻ സമയപരിമിതിയുണ്ട്. സഹോദരന്മാരെ, തേജസ്സുള്ളവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖവശം കാണിക്കരുത്. സഹോദരന്മാരെ, തേജസ്സുള്ളവനായി നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖവശം കാണിക്കരുത്. അതേ തേജസ്സുള്ളവനായ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ
വിശ്വസിക്കുന്ന നിങ്ങൾ. ഇത് വിശ്വാസിയോടുള്ള ഒരു സന്ദേശമാണ്. പ്രിയ വിശ്വാസി, നീ എന്തെല്ലാം ചെയ്താലും നീ മുഖവശം കാണിച്ചാൽ നീ പാപത്തിന് ലംഘനക്കാരനായി മാറുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശക്തമായി പറയുകയാണ്, നീ മുഖവശം കാണിച്ചാൽ നീ പുല്ലുണങ്ങുന്നത് പോലെ നീ വാടിപ്പോകും. എന്നാൽ എന്നേക്കും നിലനിൽക്കുന്ന ദൈവത്തിൻ്റെ വചനത്തെ നീ ആശ്രയിക്കുവാൻ ഇന്നൊരു തീരുമാനമെടുക്കുന്നുവെങ്കിൽ, അതേ വചനം എന്നേക്കും നിലനിൽക്കുന്ന വചനത്തെ പോലെ നീയും ഉണങ്ങാതെ, പുല്ലുണങ്ങാതെ, പൂ ഉണങ്ങാത്തതുപോലെ നീ നിലനിൽക്കണമെങ്കിൽ ഈ വചനത്തെ നീ ഏറ്റെടുക്കുവാൻ തയ്യാറാണെങ്കിൽ, അനുസരിക്കുവാൻ തയ്യാറാണെങ്കിൽ, അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, പുതിയ ജീവനെ പകരുന്ന ദൈവം, എൻ്റെ പ്രിയ ശ്രോതാവേ, പ്രിയ സഹോദര, നീ മുഖവശം കാണിക്കുന്ന വ്യക്തിയാണോ? അത് നിന്നോട് തന്നെയാണ് ദൂത് പറയുന്നത്. നിത്യതയിൽ പോകണമെങ്കിൽ, സ്വർഗരാജ്യത്തിൽ കടന്നു പോകണമെങ്കിൽ നീ മുഖവശം കാണിച്ചു കടന്നാൽ ദൈവരാജ്യത്തിൽ പോകുവാൻ സാധ്യമല്ല. നിന്റെ മുഖവശമെന്നുള്ളതാ അതൊരു പാപ സ്വഭാവമാണ്. ആ പാപത്തെ ഉപേക്ഷിക്കുവാൻ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ചില അഭിഷക്തന്മാരോട്, ചില സഹോദരന്മാരോട് ആഹ്വാനം ചെയ്യുകയാണ്. സഹോദരന്മാരെ, തേജസ്സുള്ളവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുന്ന നിങ്ങൾ മുഖവശം കാണിക്കരുത്. നിങ്ങളുടെ പള്ളിയിൽ മോടിയുള്ള ഒരു വസ്ത്രം ധരിച്ച് പൊന്മോതിരവും ഇട്ട് കൊണ്ട് ഒരുത്തനെ മുഷിഞ്ഞ വസ്ത്രം ധരിച്ചും ദരിദ്രൻ വന്നാൽ നിങ്ങൾ മോടിയുള്ള വസ്ത്രം ധരിച്ച നോക്കി ഇവിടെ സുഖനെ ഇരുന്നാലും എന്ന് ദരിദ്രരോട് നീ ഇവിടെ നിൽക്കുക, അല്ലെങ്കിൽ എൻ്റെ പാദവിടത്തെങ്കിൽ ഇരിക്കുക എന്ന് പറയുന്നുവെങ്കിൽ നിങ്ങളുള്ളിൽ പ്രമാണമില്ലാത്ത നരഹിതമായ വിധിക്കുന്നവരായില്ലയോ? പ്രിയ സഹോദരന്മാരെ, കേൾപ്പിൻ. ദൈവം ലോകത്തിൽ ദരിദ്രന്മാരെ വിശ്വാസത്തിൽ സമ്പന്നരും തന്നെ സ്നേഹിക്കുന്നവർക്ക് വാഗ്ദത്തം ചെയ്ത രാജ്യത്തിൻ്റെ അവകാശികളും ആക്കേണ്ടതിന് തിരഞ്ഞെടുത്തുവല്ലയോ? നിങ്ങൾ ദരിദ്രനെ അവമാനിക്കുന്നു, ധനവരന്മാർ അല്ലയോ? നിങ്ങൾ പീഡിപ്പിക്കുന്നത് അവരല്ലയോ? നിങ്ങൾ ന്യായസ്ഥലങ്ങളിലേക്ക് ഇഴച്ചു കൊണ്ടുപോകുന്നതും നിങ്ങളുടെ മേൽ വിളിച്ചിരിക്കുന്ന നല്ല നാമത്തെ അവർ അല്ലയോ ദുഷിക്കുന്നത്? എന്നാൽ കൂട്ടുകാരനെ നിന്നെപ്പോലെ സ്നേഹിക്കണം എന്ന് തിരുവെഴുത്ത് ഒത്തവണ്ണം രാജകീയ പ്രമാണം നിങ്ങൾക്ക് നിവർത്തിക്കുന്നുവെങ്കിൽ മുഖവശം കാണിച്ചാലോ പാപം ചെയ്യുന്നു. എന്നെ കേൾക്കുന്ന പ്രിയ ശ്രോതാവേ, പ്രിയ കർത്താവിൻ്റെ ദാസന്മാരെ, അതേ കൂട്ടു സഹോദരന്മാരെ, കർത്തദാസന്മാരെ, നീ ബഹുമാനിക്കുവാൻ, ആദരിക്കുവാൻ നീ തയ്യാറെടുക്കുന്നുവെങ്കിൽ നിന്റെ സഭയ്ക്ക് വളർച്ചയുണ്ടാകും. നീ ദരിദ്രനായ കർത്താവിൻ്റെ ദാസന്മാർ വരുമ്പോൾ അവനെ നീ പുറത്താക്കിക്കൊണ്ട്, അവനെ പുറത്തടച്ചുകൊണ്ട്, ശ്രേഷ്ഠരായ ധനവാന്മാരായ കർത്തദാസന്മാർ കടന്നു വരുമ്പോൾ അവർക്ക് നീ അവസരങ്ങളെ നൽകിക്കൊണ്ട് ദരിദ്രനായ അഭിഷക്തന്മാരെ പുറത്താക്കുന്ന പ്രിയ കർത്തദാസന്മാരെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ആഹ്വാനം ചെയ്യുകയാണ്. നീ മാനസാന്തരപ്പെടുവാൻ. നീ ദൈവത്തിൻ്റെ വചനം പറയുന്നു, പുല്ലുണങ്ങുന്നു, പൂവാടുന്നു. എന്നാൽ നമ്മുടെ ദൈവത്തിൻ്റെ വചനമോ, യഹോവയുടെ വചനമോ എന്നേക്കും നിലനിൽക്കുന്നു. നീ എന്നേക്കും നിലനിൽക്കണമെങ്കിൽ, സ്വർഗീയ രാജ്യത്തിൽ നിലനിൽക്കണമെങ്കിൽ, അതേ നീ മുഖവശം കാണിക്കുന്ന അഭിഷക്തനായല്ല, നീ മുഖവശം കാണിക്കുന്ന സഹോദരനായല്ല, നീ മുഖവശം കാണിക്കുന്ന സഹോദരിയായല്ല, അതേ മറ്റുള്ളവരെ ഉൾക്കൊള്ളുവാൻ ആ സ്നേഹം ഉള്ളിൽ നിന്ന് കടന്നു വരുന്ന വ്യക്തിയായി മാറണം. ഹൃദയത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് ഇറങ്ങി വരുന്ന കാപട്യ സ്നേഹം കൊണ്ട് അത് മനുഷ്യനെ പറ്റിക്കുവാൻ സാധിക്കും. എന്നാൽ ദൈവം ഹൃദയങ്ങളെ അറിയുന്നവനാണ്. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം, ഹൃദയത്തിൻ്റെ ഇടുപ്പുകളെ അറിയുന്ന ദൈവം. നീ കർത്താവിനെ ആദരിക്കണമെങ്കിൽ നിന്റെ സഭയ്ക്കുള്ളിൽ കടന്നു വരുന്ന, നിന്റെ പള്ളിക്കുള്ളിൽ കടന്നു വരുന്ന കർത്താവിൻ്റെ ദാസന്മാരെ മാനിക്കാൻ നീ ഇന്ന് തീരുമാനമെടുക്കുന്നുവെങ്കിൽ നിന്റെ സഭ നിശ്ചയമായി വളരുമെന്ന് പ്രവചനാത്മാവിൽ വിളിച്ചു പറയുന്നു. ഇന്ന് അനേക സഭകൾ, അനേക പള്ളികളിലും ജനമില്ലാതെ കടന്നു പോകുന്ന കാരണം ഇതാണ്. അതേ കർത്താവിൻ്റെ ദാസന്മാരെ,
ദാരിദ്ര്യമുള്ള ദാസന്മാരെ, സഹോദരന്മാരെ അവരെ മാനിക്കാതിരിക്കുന്ന അനേക സഭകളെ നമുക്ക് കാണുവാൻ സാധിക്കും. ലോകത്തിൻ്റെ വിവിധ 6-7 രാജ്യങ്ങളിൽ കടന്നുപോയത് കൊണ്ട് എനിക്ക് അറിയുവാൻ പറ്റും. അതേ, ഇന്ന് എളിയ കർത്തദാസന്മാരെ മാനിക്കാത്ത, അതേ, അവരെ ഒരു നിസ്സാരനെന്ന് എണ്ണുന്ന ഒരവസ്ഥയാണ്. എന്നാൽ എൻ്റെ പ്രിയ ദൈവദാസന്മാരെ, എൻ്റെ പ്രിയ സഹോദരന്മാരെ, നീ കർത്താവിനെ എങ്ങനെ മാനിക്കണമോ, കർത്താവിനെ നീ മാനിക്കണമെങ്കിൽ ദരിദ്രനായ വ്യക്തി വരുമ്പോൾ നീ അവനെ ആദരിക്കുവാൻ പഠിക്കണം. എന്നെങ്കിൽ മാത്രമേ നിന്റെ സഭയ്ക്കുള്ളിൽ, നിന്റെ ആലയത്തിനുള്ളിൽ കർത്താവ് നിൽക്കത്തുള്ളൂ. എൻ്റെ ദൈവം നീതിയുള്ള ന്യായാധിപനാണ്. റക്കില് ഷംധറോറിയാനസിയ ലബോന ഹത്തിയ. നീ മുഖശം കാണിച്ചാൽ അത് പാപം ചെയ്യുന്നു. ഒരു പാപത്തിലൂടെ അനേക പാപത്തിൻ്റെ കൂട്ടവകാശം